രാഘവോ? ആ അല്ലടോ, ഈ മാസം ലാസ്റ്റ് അല്ലേ ഓണം? ആ ഈ പ്രാവശ്യം മോനും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൻ പട്ടാളത്തിലായിട്ട് ഇന്ന് വരെ ഇങ്ങോട്ടൊന്നും വന്നിക്കില്ലേ? ഓ 2 പ്രാവശ്യം ലീവിന് വന്നു. ഓൻ വരുന്നെന്നറിഞ്ഞ് ഓൻ്റെ മോനെല്ലാം വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ? ഓ ഈ പ്രാവശ്യം ഓണം ഗംഭീരാക്കണം. ആ നടക്കട്ടെ. അനക്കറിയാലോ, എൻ്റെ ആയിഷ പോയിട്ട് 5 വർഷമായി. മക്കളും മോനും മരുവോളും ദുബായിലും. എനിക്കൊരു സന്തോഷം മക്കളെ കൊണ്ട് കിട്ടിയിട്ടില്ല. അതൊക്കെ എനക്കറിയാം നാസറേ. ഇനി പഴയ കാര്യമൊന്നും ഇപ്പം പറയണ്ട, എല്ലാം മറന്നു കളയും. ആ ഈ മറവി മനുഷ്യർക്കൊരു അനുഗ്രഹം. ആ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? ഇനി അല്ലാതെ ഈ ഓണത്തിന് മറ്റാരെയും ക്ഷണിക്കാനില്ല. നീയും എൻ്റെ കുടുംബത്തിലെ ഒരംഗം തന്നെയല്ലേ? ആ എന്നോട് പറയാൻ വിട്ടുപോയി. എൻ്റെ മോൻ 25,000 റുപ്യ അയച്ചു തന്നിട്ടുണ്ട്. എന്താപ്പം ഇങ്ങനെ? ഇതുവരെ നാസറിനൊന്നും കിട്ടിയിട്ടില്ലല്ലോ. മൂത്രത്തിൽ കല്ല് കുടുങ്ങി നിൽക്കണ്. അതിനൊരു ഓപ്പറേഷൻ വേണ്ടേ? അതിനെ അയച്ചു തന്നതാ. ഓ അങ്ങനെ. അപ്പോൾ അത് വേഗം ഇനി നടത്തിക്കളാ. എന്നാ നടക്കട്ടെ. ആ അമ്മേ. ആ അമ്മേ. എന്താടാ എന്താടാ? അമ്മ എനിക്ക് അച്ഛൻ വരുന്നവരെ കാത്തിക്കണം. എനിക്ക് ഇപ്പൊ തന്നെ ഡ്രസ്സ് വേണം. അച്ഛൻ വന്നിട്ട് വാങ്ങിയാൽ മതി, നമുക്ക് ഒന്നിച്ചു പോയി വാങ്ങിക്കാം. എനിക്ക് ഇന്ന് തന്നെ വാങ്ങണം. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. എത്ര കാലമായി അച്ഛൻ വന്നിട്ട്? ഈ ഓണത്തിനെങ്കിലും അച്ഛൻ്റെ കൂടെ കടയിൽ പോവാം. എന്താ, എന്തിനാ ഇവനിങ്ങനെ വാശി പിടിക്കുന്നേ? ഇവൻ അച്ഛൻ വരുന്നതിന് മുന്നേ ഡ്രസ്സ് എടുക്കണമെന്ന്. മോൻ നല്ല മോനല്ലേ? അച്ഛൻ വന്നിട്ട് വണ്ടി പോയിട്ട് മോന് ഡ്രസ്സ് വാങ്ങാം. എന്നാ അങ്ങനെ മതി. ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് നാസറിനെ വിളിക്കണം. ഓൻ്റെ കുടുംബമൊക്കെ ഗൾഫിലല്ലേ? ആ ഓനും ഇല്ലേ ആഗ്രഹങ്ങൾ? ഓൻ്റെ ഭാര്യ നേരത്തെ മരിച്ചു. പിന്നെ കുട്ടികൾ ഓനെ ഒറ്റക്കിട്ട് പോയില്ലേ? അച്ഛാ ചായ എടുക്കട്ടെ? ഇനി 3 ദിവസം കഴിഞ്ഞാ ഓണമല്ലേ? അച്ഛാ സതുവാട്ടനാണെന്ന് തോന്നുന്നു. ഹലോ സതുവേട്ട, ഇന്ന് രാത്രി തന്നെ എത്തൂലേ? ഓ ഇന്ന് രാത്രി എത്തും. അവിടെ എന്താ സ്ഥിതി? തണുപ്പുണ്ടോ? പിന്നെ തണുപ്പല്ലേടോ, കാശ്മീരല്ലേ. മോൻ വാശിയില്ല, നിങ്ങൾ വരുന്നതിന് മുന്നേ ഡ്രസ്സ് എടുക്കണമെന്ന്. നീ അവനോട് പറയേ, ഞാൻ വന്നിട്ട് വാങ്ങാന്ന്. ശരി സതുവേട്ടാ, അച്ഛന് കൊടുക്കാം. ഹലോ മോനെ, നീ വരുമ്പോ എനക്കുള്ള സാധനം മറക്കണ്ട. അത് മറക്കൂല, കമ്പിളി പതപ്പല്ലേ. പിന്നെ വേറെന്താ വേണം അച്ഛനെ തണുപ്പ് മാറ്റാൻ? അതൊന്നും വേണ്ട, നീ ഒന്നിങ്ങ് വന്നാ മതി. എത്ര കാലായി ഓണത്തിന് ഇങ്ങനെ ഒരു ലീവ് കിട്ടിയിട്ട്. മോനെ നീ വെക്കണ്ട, ഞാൻ മോന് കൊടുക്കാം. അച്ഛാ വേഗം വേണം. ഡ്രസ്സും പിന്നെ മറ്റു കുറേ സാധനങ്ങളും വാങ്ങാനുള്ളതാ. എന്നാ ശരി മോനെ, അച്ഛൻ വേഗം വരാം കേട്ടോ. ഇതാ അമ്മേ ഫോണ്. ഹലോ അച്ഛാ അച്ഛാ, ഈ മാവേലി എപ്പാ വരുക? മാവേലി തമ്പുരാൻ വർഷത്തിലൊരു പ്രാവശ്യം വരും നമ്മളെയൊക്കെ കാണാൻ. അതെന്താ മാവേലി ദിവസവും വരാത്തത്? ബസ് കിട്ടലുണ്ടാവൂലല്ലേ അച്ചാച്ചാ? നീ അച്ചാച്ചൻ്റെ മോൻ തന്നെയാ. ആ മോളെ, നീ ചായ എടുത്തോണ്ട് വാ. രാഘവോ, വാതിലൊക്കെ അടച്ചിക്കല്ലോ. ഓനിവിടെ ഇല്ലേ? ഓണത്തിരക്കായിട്ട് എവിടെയെങ്കിലും പോയി കാണുമോ? ആ നാസറോ? ആ ഇനി ഇവിടെ ഉണ്ടായിരുന്നോ? ആ നാസറേ, ഇരിക്കൂ. എവിടെ മരുവളും മോനും? ഓള് കൂട്ടുകാരിൻ്റെ അടുത്ത് പോയതാ. മോൻ ഇന്ന് രാത്രി വരും. പിന്നെ എവിടെ പോകാൻ സമയം കിട്ടില്ല, അതാ. മോനിന്ന് വരുവല്ലേ? പിന്നൊരു കാര്യം, അനക്ക് തിരക്കൊന്നുമില്ലെങ്കിൽ
ഒന്ന് ആശുപത്രി വരെ ഒന്ന് വരണം. ഓപ്പറേഷൻ്റെ ഡേറ്റ് പറയാമെന്ന് ഡോക്ടർ പറഞ്ഞു. നാളെ പോകാൻ നാസറേ, മോനിങ് വന്നോട്ടെ, മോൻ്റെ വണ്ടിയിൽ പോകാം. എന്നാ അങ്ങനെ ആക്കാം. പൂക്കളൊക്കെ പുറത്തുനിന്ന് മേടിക്കണം അല്ലേ? അതേന്ന്, പണ്ടൊക്കെ പൂക്കൾ പറിച്ചുകൊണ്ടിരുന്നത് ഒരു രസമായിരുന്നു. ഇന്ന് എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കണം. കാലത്തിൻ്റെ ഒരു പോക്ക്. എല്ലാം കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പക്ഷേ മനുഷ്യൻ്റെ സ്നേഹം മാത്രം മേടിക്കാൻ കിട്ടൂല അല്ലേ രാഘവ? ആ, ശരിയായി നീ പറഞ്ഞത്. ഞാൻ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. നീ അകത്തേക്ക് വാ. ആ, കേരളത്തിൽ അതിശക്തമായ ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടലിന്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്നുള്ള തത്സമയ ഡ്രോൺ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്തിന് ഏതാണ്ട് മീറ്ററുകൾ അകലെ മാറി വനപ്രദേശമാണ്. വനപ്രദേശത്താണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. അവിടെ ആ ചെങ്കുത്തായ രീതിയിലുള്ള ആ പ്രദേശം ചെങ്കുത്തായ രീതിയിൽ മാറിയത് ഈ ഉരുൾപൊട്ടലിന് ശേഷമാണ്. അവിടെ ഉണ്ടായിരുന്ന മണ്ണും എന്തൊരു വിധിയാ, ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതാ ഇത്. പിന്നീട് പ്രകൃതിയെ ദ്രോഹിക്കുന്നവർക്കുള്ള തിരിച്ചടിയായി ഇത്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന് എഴുന്നേൽക്കുമ്പോൾ ആരുണ്ടാവും നാളത്തെ പ്രഭാതം കാണാൻ? നമ്മളൊക്കെ ഇത്രയെങ്കിലും എത്തിയത് ആയുസിന്റെ ബലം കൊണ്ടാ. ഒന്ന് രൂപപ്പെട്ടത് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടും മനുഷ്യന്റെ അഹങ്കാരത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല. അതും ശരിയാ നീ പറഞ്ഞേ. അല്ല, മോനിന്ന് വരുവോ? ഓനിന്ന് രാത്രി വരും. പട്ടാൾക്കാർക്ക് ഓണമെന്നോ വിഷുവെന്നോ പെരുന്നാളെന്നോ ഒന്നുമില്ലല്ലോ. ആ, ഓന് ലീവ് കിട്ടിന്നാ പറഞ്ഞത്. മോൻ വന്നിട്ട് കാണാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കുന്നുകൾ എന്ന് പറയുന്നത് ആ പ്രദേശമാണ് ഒന്നാകെ ഉരുണ്ടൊലിച്ചു വന്നത്. വലിയ ശക്തമായ രീതിയിലുള്ള എന്താ അപ്പു പൂടുന്നില്ലേ? അച്ഛൻ പറ്റിച്ചു, വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. മോളെ, ഇവൻ വലിയ വാശിയില്ല. അച്ഛൻ വന്നിട്ട് പൂടുങ്ങാ പറയുന്നത്. എന്താ അച്ഛൻ വരാത്തെ? എന്തെങ്കിലും തിരക്കായിരിക്കും. എന്നാ ഞാൻ പോവാ. ഞാൻ വീട്ടിൽ പോയി പൂടും. അച്ഛാ ഫോണും എടുക്കുന്നില്ലേ? ഇനി വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ സമയവും ഇല്ല. ഇനി കുറച്ചുകൂടി കാത്തിരിക്കാം. എന്താ രാഘവ വിഷമിച്ചിരിക്കുന്നേ? സതു വന്നിക്കില്ലേ? വന്നില്ല നാസറേ. ഓനെന്താ വരാൻ വൈകുന്നേ? എന്തു പറ്റി? കാത്തിരുന്ന് മടുത്തു. ഇവനാണെങ്കിൽ ചോറ് വരെ തിന്നില്ല. എന്തായാലും കാത്തിരിക്കാം. ഓൻ വരൂന്നേ. എന്താ അച്ഛ ഇത്ര താമസിച്ചത്? പറയാം മോനെ. രേവതി, ഇവർക്ക് കുടിക്കാൻ 2 ഗ്ലാസ് വെള്ളം എടുക്ക്. ആ, ഇപ്പൊ എടുക്കാം. ഇതാരാ ഇവന്റെ കൂടെ വരുന്നത്? അച്ഛൻ ന്യൂസ് കണ്ടു കാണുമല്ലോ. ആ, വാ കേറ്. അമ്മ ഇരിക്കേ. എന്താ മോനെ സംഭവിച്ചേ? നാടിനെ നടുക്കിയ
ദുരന്തഭൂമിയിലായിരുന്നു ഞാൻ. അതാണ് വരാൻ പറ്റാതിരുന്നത്. എന്താ സംഭവിച്ചത്? പറയും മോനെ. പറയാം. മോനെ, മോനെ, അമ്മ മെല്ലെ മെല്ലെ മെല്ലെ. വീട് പോയല്ലോ, എന്റെ മോളും പോയി. എൻ്റെ അമ്മ എവിടെ? എൻ്റെ അമ്മ എവിടെ? അമ്മേനെ കാണുന്നില്ല മോനെ. അമ്മ എവിടെയാണെന്നൊന്നും കാണുന്നില്ല. എല്ലാം പോയി മോനെ. എന്റെ മോനെ, മോനച്ഛൻ ഉണ്ട്. അവരുടെ കൂടെ ഞാനും പോയില്ലായിരുന്നോ? ആരും ഇല്ലാണ്ടായി എന്നെ എന്തിനാണ് രക്ഷപ്പെടുത്തിയത്? എല്ലാരും പോയി, നമുക്കാരുമില്ല. വീടും പോയി. വരൂ, പോവാം. മെല്ലെ, കുറച്ച് മെല്ലെ, മെല്ലെ. എൻ്റെ അമ്മ എവിടെ? എൻ്റെ അമ്മ എവിടെ? അങ്ങനെ ഞാൻ ഇവരെ ഇങ്ങോട്ട് കൂട്ടി. അമ്മയില്ലാത്ത എനിക്ക് ഇവരെ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കണ്ടു. പലരെയും പല സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ ഞാനിവരെ ഈ ഓണനാളിൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവരുടെ ജീവൻ രക്ഷിച്ച നീ എൻ്റെ നന്മയുള്ള മോന. ഈ മോനില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ കൊച്ചുമോനും ഈ ലോകം കാണില്ലായിരുന്നു. ആയുഷ്കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ വീടും കുടുംബവും എല്ലാം പോയി. എൻ്റെ മോനും മക്കളും എല്ലാം. അവസാനം എൻ്റെ മമ്മയും പപ്പയും എല്ലാവരും പോയി. എനിക്കിപ്പോൾ എൻ്റെ അച്ഛമ്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട. പടച്ചോന്റെ ചെയ്തികളെല്ലാം ഉമ്മക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? എനിക്ക് പ്രായമായി. എൻ്റെ ഈ മോനെയും കൊണ്ട്. അമ്മ കരയണ്ട, എല്ലാറ്റിനും ഒരു വഴിയുണ്ടാകും. മോനും അച്ഛനും നിനക്കുള്ള ഡ്രസ്സും ഇതിലുണ്ട്. ഇത് നീ ഇട്ടോ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഇതാ അമ്മ ഈ സാരി എടുത്തോ. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഈ ഓണം ആഘോഷിക്കാം. മോളെ, ഇത് 25,000 ഉറുപ്പ്യുണ്ട്. കുറച്ച് നാൾ കഴിയാൻ നിങ്ങൾക്കിത് മതിയാവും. ഇതൊന്നും വേണ്ട. നിങ്ങളെ സ്നേഹത്തിന് മുമ്പിൽ എന്തു മറുപടിയാ തരേണ്ടതെന്ന് എനിക്കറിയില്ല.
നിങ്ങളെല്ലാവരും കൈ കഴുകി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അമ്മ കരയാതെ കൈ കഴുക്. ഇനി അമ്മ ഞങ്ങളുടെ അമ്മ കൂടിയാ. പടച്ചോന്റെ കണക്കിൽ നമ്മൾ വെറും വട്ടപൂജ്യങ്ങളാ, വെറും വട്ടപൂജ്യങ്ങൾ. ഇപ്പോൾ കിട്ടിയ ജീവിതം പടച്ചോൻ തന്ന പുണ്യാന്നങ്ങ് കരുതുക. രേവതി, ഓണസദ്യ അങ്ങോട്ട് വിളമ്പിക്കൊള്ളൂ. ആ എല്ലാവരും ഇരിക്കും. അപ്പോ എല്ലാവരും വന്നോ? ആ മോളും വാ, നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരിക്കാം.